ഹേ ഗൈസ്, നമ്മുടെ സൊസൈറ്റീൻ്റെ പ്രതികരണശേഷിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെയൊക്കെ പ്രതികരണശേഷിയൊക്കെ കൂടിയിട്ടുണ്ട്. എന്ത് കാര്യം കണ്ടാലും അടങ്ങിയിരിക്കാതെ പ്രതികരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലതാണ്, അങ്ങനെ തന്നെ ചെയ്യും വേണം. പക്ഷേ എല്ലാത്തിനും കയറിയിട്ട് ഫോൺ ഓണാക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞ് അതെടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മളൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ ബൈ ചാൻസ് നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ എടുത്തിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതായത് ഒരു സ്ത്രീ നേരെ അവിടെ സ്റ്റാൻഡിലേക്ക് പോട്ടെ. അവിടെ വാക്കി പോയി നിങ്ങൾക്ക് ഇവിടെ ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കും. നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടായിട്ട് തിരക്കുള്ളൂ. ഷോപ്പില്ല ഇതിന്. വണ്ടി സ്റ്റേഷനിലേക്ക് പോട്ടെ. സ്റ്റേഷനിൽ ബാക്കി അവിടെ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പോയിട്ട് വണ്ടിക്ക് ഷോപ്പ് നിർത്താവുള്ളൂ. ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്. ആൾക്ക് ആ എക്സാക്ട് ലൊക്കേഷനിൽ ഒരു ഹോസ്പിറ്റലിന് മുമ്പിൽ ആകണം. എമർജൻസി ആണെന്നാണ് ആളെ പറയുന്നത് കേട്ടോ. ആളെ കണ്ടിട്ട് ആൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ ആളുടെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഒരു ബസ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. അതിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്പെസിഫൈ ആയിട്ടുള്ള സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ആ ബസ് ആ സ്റ്റോപ്പിലാണ് നിർത്തുക. നൈറ്റ് ടൈമിലൊക്കെ ആണ് എങ്കിൽ അവർ സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിലും നിർത്തുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഡേ ടൈമിൽ എല്ലാ ആൾക്കാർക്കും അങ്ങേണ്ട അത്യാവശ്യത്തിനുള്ള എല്ലാവരും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഓരോ ആൾക്കും പലതാണ് അത്യാവശ്യങ്ങൾ. അപ്പോൾ എല്ലായിടത്തും നിർത്തി പോകുക എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ട് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എമർജൻസി ഉണ്ട്, അത്രത്തോളം വലിയ എമർജൻസി ആണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും നേരത്തെ ആകണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി പിടിച്ച് പോകണം. അല്ലാതെ ബസ്സിൽ കയറി എന്നിട്ട് ആ സ്റ്റോപ്പ് എത്താനാകുമ്പം ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുകയല്ല വേണ്ടത്. ഇറ്റ്സ് ബേസിക് കോമൺ സെൻസ്. എന്ത് തേങ്ങയാണോ നമുക്ക് ആവശ്യമുള്ള സ്റ്റോപ്പിൽ ബസ് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ബസ് നിർത്താത്തതുകൊണ്ട് വീഡിയോ എടുത്തിട്ടിട്ട് ഈ സ്റ്റോപ്പിൽ എനിക്ക് അങ്ങനെ അത്യാവശ്യമാണ് ബസ് നിർത്തുന്നില്ല എന്ന്. ബട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. അത് എന്ത് തന്നെയാണെങ്കിലും ഒരാൾ കുഴഞ്ഞു വീഴുകയാണ്, ആ ബസ്സിൽ ആൾക്കാരെ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കുക അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് മര്യാദയാണ്. ചെയ്യുന്നവരുണ്ട്, നല്ലതാണ്. അല്ലാതെ ഒരു ഫിറ്റായിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ സ്റ്റോപ്പിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥലത്തെത്തുമ്പോൾ അവിടെ സ്റ്റോപ്പില്ലാത്ത ഒരു സ്ഥലത്ത് നിർത്തണം എന്നൊക്കെ പറയുന്നത് വളരെ അന്യായമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് ബാക്കിയുള്ള എല്ലാ പാസഞ്ചേഴ്സിനും എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ നിർത്താനും പാടില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ സ്റ്റോപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാം, സ്റ്റോപ്പ് കൊണ്ടുവരിക, എന്നിട്ട് ബസ് നിർത്തട്ടെ. അത്രേ ഉള്ളൂ. ബൈ.